We shall now discuss the ideal gas equation. The behavior of a given quantity of gas is given by the variables pressure, volume and temperature. അപ്പോൾ ഒരു ഗിവൺ മാസ് ഓഫ് ഗ്യാസിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും മെയിൻ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് അതിൻ്റെ പ്രഷർ, വോളിയം ആൻഡ് ടെമ്പറേച്ചറാണ്. ഇനി ഇതിലെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ when temperature is constant pressure is inversely proportional to volume. അപ്പോൾ ഒരു ഗിവൺ മാസ് ഓഫ് ദി ഗ്യാസ്, ഗിവൺ ക്വാണ്ടിറ്റി ഓഫ് ഗ്യാസ്, അതിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് പ്രഷർ കൂട്ടുകയാണെങ്കിൽ വോളിയം കുറയും. അതുപോലെ പ്രഷർ കുറഞ്ഞാൽ ആ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യും, വോളിയം കൂടും അല്ലേ. അപ്പോൾ പ്രഷർ ആൻഡ് വോളിയം ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ദിസ് റിലേഷൻഷിപ്പ് ഈസ് നോൺ ആസ് ബോയിൽസ് ലോ. റോബർട്ട് ബോയിൽ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ് ഈ റിലേഷൻഷിപ്പ് കണ്ടുപിടിച്ചത്. സോ ഇറ്റ് ഈസ് നെയിംഡ് ആഫ്റ്റർ ഹിം ആസ് ബോയിൽസ് ലോ. സോ പ്രഷർ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഡിവൈഡഡ് ബൈ വി, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വി എന്നുള്ളതിനെ എങ്ങനെ എഴുതി, ഓർ വി ക്യാൻ സേ പി വി ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. അതാണ് ബോയിൽസ് ലോ, പി വി ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. ഇനി ഇതേപോലെ വേറൊരു സയൻറ്റിസ്റ്റ് ചാൾസ് എന്ന് പറയുന്ന ഫ്രഞ്ച് സയൻറ്റിസ്റ്റ്, he found out that when the pressure of a given mass of gas, ഒരു given quantity or given mass of ഗ്യാസിൻ്റെ, അപ്പോൾ മാസ് അവിടെ കോൺസ്റ്റൻ്റ് ആണ്, അതിൻ്റെ പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുകയാണെങ്കിൽ when pressure is constant the volume of the gas is directly proportional to temperature. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യും. പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ടുണ്ട്, മാസും കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടുന്നു. അതുപോലെ ടെമ്പറേച്ചർ കുറഞ്ഞാൽ വോളിയം കുറയുന്നു. ഇത് രണ്ടും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓർ വി ക്യാൻ സേ വി ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു ടെമ്പറേച്ചർ, ഓർ വി ബൈ ടി ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമുക്ക് രണ്ട് റിലേഷൻഷിപ്സ് കിട്ടി. പി വി, പ്രഷറും വോളിയവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഈസ് എ കോൺസ്റ്റൻറ്റ്, വോളിയം ആൻഡ് ടെമ്പറേച്ചർ ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഈ വി പ്രൊപ്പോർഷണൽ ടു ടി, വി ബൈ ടി ഈസ് എ കോൺസ്റ്റൻറ്റ്, ഇതിനെയാണ് ചാൾസ് ലോ എന്ന് പറയുന്നത്. ചാൾസ് ലോ. നൗ വെൻ ദ വോളിയം ഈസ് kept constant, volume of a given mass of gas is kept constant, then the pressure and temperature are directly proportional. ഒരു ഗിവൺ മാസ് ഓഫ് ഗ്യാസിൻ്റെ വോളിയം കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് അതിൻ്റെ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂട്ടിയാൽ നമുക്കറിയാം ഇവിടെ വോളിയം കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിരിക്കുകയാണ്, അപ്പോൾ ഓട്ടോമാറ്റിക്കലി ദ പ്രഷർ വിൽ ഇൻക്രീസ്. അതുപോലെ ടെമ്പറേച്ചർ കുറയുമ്പോൾ പ്രഷർ കുറയുന്നു. ഇത് രണ്ടും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓർ വി ക്യാൻ സേ പി ബൈ ടി ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഈ ലോസ് എല്ലാം കമ്പൈൻ ചെയ്തിട്ട് വി ക്യാൻ റൈറ്റ്, combining these equations, PV equal to a constant, V by T is a constant, P by T is a constant. ഇത് മൂന്നും കൂടി കമ്പൈൻ ചെയ്തിട്ട് we can write PV equal to a constant into T. ആ കോൺസ്റ്റൻറ്റ് R ആണ്. This constant R is called the universal gas constant. And its value is R is equal to 8.314 into 10 raised to 8.314 joule per mole per Kelvin. അപ്പോൾ ഇവിടെ for 1 mole of a gas ആണ് PV equal to RT. For mu moles, number of moles, for mu is the number of moles ആണ്, n എഴുതാം അല്ലെങ്കിൽ mu is the number of moles in the sample of gas, and R is the universal gas constant. അപ്പോൾ R is equal to 8.314 joule per mole per Kelvin. അപ്പോൾ വോളിയം ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ, പ്രഷർ ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ, ആൻഡ് പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു വോളിയം. ഇത് മൂന്നും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പി വി ഈക്വൽ ടു മ്യൂ ആർ ടി എന്നുള്ള ഇക്വേഷൻ എഴുതുന്നത്. ഇനി ഇതിൽ ഇഫ് യു ആർ ഡ്രോയിങ് എ ഗ്രാഫ് ബിറ്റ്വീൻ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ,
temperature is plotted along x-axis, temperature along x-axis and pressure along y-axis. ഇങ്ങനെ ചെയ്യുമ്പോൾ we see that the two are directly proportional and the graph obtained is a straight line. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് പ്രഷറും കൂടുന്നു. ഇനി ഈ ഗ്രാഫിനെ നമ്മൾ ബാക്കിലേക്ക് എക്സ്ട്രാപോളേറ്റ് ചെയ്യുകയാണെങ്കിൽ we can see that we are going to find out the temperature at which pressure reduces to 0. അപ്പോൾ ഇതിനെ ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ -273.15 ഡിഗ്രി സെൽഷ്യസ്, ഈ ടെമ്പറേച്ചറിൽ പ്രഷർ ബിക്കംസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതൊരു തിയറിറ്റിക്കൽ വാല്യൂ ആണ്. പ്രഷർ ഓഫ് എ ഗ്യാസ് 0 ആവുന്ന ഒരു തിയറിറ്റിക്കൽ ഐഡിയൽ കേസാണ്. പ്രാക്ടിക്കലി ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഇവിടെ ഡിസോർഡർ ഓഫ് ദ സിസ്റ്റം അല്ലെങ്കിൽ എൻട്രോപ്പി ഓർ പ്രഷർ ഈസ് റെഡ്യൂസ്ഡ് ടു 0 എന്ന് പറയുന്നത് പ്രാക്ടിക്കലി ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. തിയറിറ്റിക്കലി നമ്മൾ കണ്ടുപിടിക്കുകയാണ് ഈ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ബിറ്റ്വീൻ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഇത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. ഇതിനെ ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ പ്രഷർ ഈസ് റെഡ്യൂസിങ് ടു 0. ആ ടെമ്പറേച്ചറിനെ പറയുന്ന പേരാണ് അബ്സല്യൂട്ട് സീറോ ഓഫ് ടെമ്പറേച്ചർ. absolute zero of temperature and that is the foundation for the Kelvin scale of temperature. കെൽവിൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ് ഇതിൻ്റെ സ്റ്റഡീസ് നടത്തിയത്. സോ the temperature at which pressure reduces to 0, അവിടെ all molecular motion stops, entropy is equal to 0 at this particular temperature and that temperature is called absolute zero of temperature and that is equal to -273.15 degree Celsius. absolute zero of temperature നെ ബേസ് ചെയ്തിട്ടുള്ള സ്കെയിൽ ഓഫ് ടെമ്പറേച്ചർ ആണ് കെൽവിൻ സ്കെയിൽ. സോ കെൽവിൻ സ്കെയിലിൽ നമ്മൾ 0 കെൽവിൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു -273.15 ഡിഗ്രി സെൽഷ്യസ്. ഇനി നമുക്ക് ക്യാപിറ്റൽ ടി കെൽവിൻ സ്കെയിൽ ഓഫ് ടെമ്പറേച്ചറിലുള്ള വാല്യൂ കിട്ടണമെങ്കിൽ ഡിഗ്രി സെൽഷ്യസിലുള്ളതിനെ വി ഹാവ് ടു ആഡ് 273.15 ഇല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് 273.15 ആണ് ആക്ച്വൽ വാല്യൂ. അപ്പോൾ കെൽവിൻ സ്കെയിലിലെ വാല്യൂ കിട്ടണമെങ്കിൽ വി ഹാവ് ടു ആഡ് 273.15 ടു ദ ടെമ്പറേച്ചർ ഇൻ സെൽഷ്യസ് സ്കെയിൽ. ഇനി ഇതിലെ മെയിൻ ആയിട്ടുള്ള വാല്യൂസ് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇപ്പോൾ സ്റ്റീം പോയിന്റ് എന്ന് പറയുന്നത് ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ആണ്. സ്റ്റീം പോയിന്റ് ഈസ് 100 ഡിഗ്രി സെൽഷ്യസ്. അതിൻ്റെ ഫാരൻഹീറ്റിലുള്ള വാല്യൂവും പഠിക്കണം, 212 ഡിഗ്രി ഫാരൻഹീറ്റ്. കെൽവിൻ സ്കെയിലിൽ 373.15 കെൽവിൻ. ഇനി അതുപോലെ ഐസ് പോയിന്റ് പറഞ്ഞാൽ ഡിഗ്രി സെൽഷ്യസിൽ ദ ഫ്രീസിങ് പോയിന്റ് ഓഫ് വാട്ടർ ഈസ് 0 ഡിഗ്രി സെൽഷ്യസ്. അതിനെ നമ്മൾ ഫാരൻഹീറ്റിൽ 32 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. കെൽവിൻ സ്കെയിലിൽ ഇറ്റ് ഈസ് 273.15 കെൽവിൻ. ഇനി അതുപോലെ അബ്സല്യൂട്ട് സീറോ ഓഫ് ടെമ്പറേച്ചർ 0 കെൽവിൻ എന്ന് പറയുന്നത് ഡിഗ്രി സെൽഷ്യസിൽ എത്രയാണ് -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാം, ഫാരൻഹീറ്റിലേക്ക് ഡിഗ്രി സെൽഷ്യസിനെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ -459.69 ഡിഗ്രി ഫാരൻഹീറ്റ്. അപ്പോൾ ഈ കോളം ഫുള്ളായിട്ട് പഠിച്ചു വയ്ക്കുക. കമ്പാരിസൺ ഓഫ് ദി കെൽവിൻ, സെൽഷ്യസ് ആൻഡ് ഫാരൻഹീറ്റ് ടെമ്പറേച്ചർ സ്കെയിൽസ്.